എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന പ്രകൃതിയുടെ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കിയുണ്ടല്ലോ, പൈസ വരും, വിജയവും കൂടെ വരും. കളിയാകണ്ട. ഇതൊക്കെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് അവരൊക്കെ വിജയിച്ചിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞിരുന്നത്. പറഞ്ഞ അത്യാഗ്രഹവുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യരുത്. നമുക്ക് ആവശ്യത്തിനുള്ള പണം വരാൻ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങളൊക്കെ നടക്കാൻ നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളതിന് വർക്ക് ചെയ്യണം. പക്ഷെ നമ്മുടെ ആ ചിന്ത, നമ്മുടെ ഫോക്കസ് കൃത്യമായി ഈ പറയുന്ന രീതിയിലാണെങ്കിലുണ്ടല്ലോ, പണം വരും. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാ ദിവസവും ചിന്തിക്കണം, നിങ്ങൾ വിജയിക്കാനായിട്ട് പിറന്നൊരാളാണ്. നിങ്ങളൊരു കാന്തം പോലെ വിജയത്തിനെ ആകർഷിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ കരുതണം. അതുപോലെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ പ്രകൃതി ഉണ്ടല്ലേ, യൂണിവേഴ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കണം. നിങ്ങൾക്ക് വിജയമേ വരുള്ളൂ എന്ന് വിശ്വസിക്കണം. തിരിച്ച് വിശ്വസിക്കരുത്, എനിക്ക് അയ്യോ ഞാനിനി എന്ത് ചെയ്യും, ഞാൻ തോറ്റുപോകും, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളിലേക്ക് നല്ലത് മാത്രമേ വരുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ നേട്ടങ്ങളെ പോലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം, താങ്ക്ഫുൾ ആയിരിക്കണം. യൂണിവേഴ്സിന് നന്ദി പറയണം. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, എനിക്ക് ഓടിക്കാനൊരു വണ്ടി തന്നല്ലോ, അല്ലെങ്കിൽ ഒരു സൈക്കിളാണ്, എനിക്ക് സഞ്ചരിക്കാനൊരു വാഹനം തന്നല്ലോ. അത് കണക്റ്റഡ് ആയിരിക്കണം. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പാർട്ണറെ തന്നല്ലോ. നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അതിന് താങ്ക്സ് പറയണം. നമ്മൾ കയറി കിടക്കാനൊരു സ്ഥലം, വാടകയാവട്ടെ സ്വന്തമാകട്ടെ, നമ്മൾ അതിന് താങ്ക്ഫുൾ ആയിരിക്കണം. യൂണിവേഴ്സിനോട് എപ്പോഴും നമ്മൾ കടപ്പെട്ടിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ദൈവവിശ്വാസിയായ മനുഷ്യരാണ്, സ്വാഭാവികമായി ദൈവത്തിനോട് കടപ്പെട്ടിരിക്കണം. ആ കടപ്പാട് വർക്ക് ചെയ്യും, പ്രാർത്ഥനകൾ വർക്ക് ചെയ്യും. യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന മനുഷ്യരാണെങ്കിൽ അതും വർക്ക്. ഇതെല്ലാം ഒറ്റ സാധനമാണ്, മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കുറച്ച് കാണരുത്. പകരം ഇതെല്ലാം നിങ്ങൾ അർഹിക്കുന്ന ഒന്നാണ് എന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങളൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കുകയും പറയുകയും വേണം. അതായത് ഇപ്പം നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടായി, നിങ്ങൾ ഒരു ഇച്ചിരി പൈസ നിങ്ങൾക്ക് കൂടുതൽ, അയ്യോ എനിക്കിതെങ്ങനെ വന്നു, അല്ലെ ഞാനിതിന് അർഹനല്ലോ, അങ്ങനെയൊന്നും കരുതരുത്. പലപ്പോഴും നിങ്ങളാണ് നിങ്ങളെ കുറച്ച് കാണുന്നത്. അങ്ങനെ കാണരുത്. നിങ്ങൾ സൂപ്പറാണ്. നിങ്ങളിലേക്ക് വരാനുള്ള പണം പ്രകൃതി ഇങ്ങനെ കൊണ്ടുവന്ന് തന്നുകൊണ്ടേയിരിക്കും. ചിന്തകളെ ഒന്ന് മാറ്റി പിടിക്കണം. എന്നിട്ട് അയ്യോ ഞാനൊരു പാവപ്പെട്ടവനാണ്, ഞാനൊരു സാധാരണക്കാരൻ, അയ്യോ ഞാൻ ആരുമല്ല എന്ന് ചിന്തിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ സ്പെഷ്യലാണ്, നിങ്ങൾ സ്പെഷ്യലാണ്. നിങ്ങൾ സ്പെഷ്യൽ അല്ലെങ്കിൽ ഈ വീഡിയോ പോലും നിങ്ങളെ തേടിയത്തില്ല. ചിന്തകളെ ഒന്ന് മാറ്റി നോക്കൂ. നിങ്ങൾ കാണേണ്ടതാണ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം കാണിച്ചു തരുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് നിങ്ങളിലേക്ക് പ്രകൃതി എന്നിലൂടെ പറയിപ്പിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അല്ലെ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണേണ്ട കാര്യമുണ്ട്. ശരി, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അയക്കണം. എന്നിട്ട് ഈ വീഡിയോ ഇങ്ങോട്ട് സേവ് ചെയ്ത് വെക്കും. ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർക്കണം. എന്നിട്ട് അങ്ങനെ ഫോളോ ചെയ്തേ വരകട്ടെ പ്രകാശം.